السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى كل والصحابة أجمعين أما بعد. ഷബഹിനാറിൻ്റെ പ്രൗഢ ഗംഭീരമായ വേദിയിൽ എനിക്ക് നിങ്ങളോട് സംബന്ധിക്കാൻ കിട്ടിയ വിഷയം ഡീപ് സ്റ്റേറ്റ് കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ അകലം കുറയുമ്പോൾ. എന്താണ് ഈ വിഷയം കൊണ്ടുള്ള ഉദ്ദേശം? നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റ് എന്ന വേട്ടമൃഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ ആരംഭിക്കുന്നത്, സജീവമാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവാസ കാലത്തിലായിരുന്നു. എന്നാൽ അത് കേരളത്തിലേക്ക് കടന്നു കയറുന്നത് വളരെ വൈകിയായിരുന്നു. എന്താണ് ഡീപ് സ്റ്റേറ്റ്? ആധുനിക കാലത്ത് ചരിത്രമീമാംസകർ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഡീപ് സ്റ്റേറ്റ് എന്നത്. ഭരണകൂടത്തിന്റെ ഉള്ളിലുള്ള ഒരു വിഭാഗം തന്നെ ഭരണകൂടത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തിന്റെ പൊതു താല്പര്യങ്ങളായി അടിച്ചേൽപ്പിക്കുകയും ആ വഴിയാണ്, ആ പ്രക്രിയയിലൂടെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നത്. നാം ജനാധിപത്യത്തെ മാറ്റുറയ്ക്കാറുള്ളത് അമേരിക്കൻ ജനാധിപത്യത്തോടാണ്. സകല ദൈക്ഷണിക അധികാര ശക്തികളുടെയും കേന്ദ്രം അമേരിക്കൻ ജനാധിപത്യമായതുകൊണ്ടല്ല, മറിച്ച് അമേരിക്കൻ ജനാധിപത്യം രൂപീകരിക്കപ്പെട്ടത് സവിശേഷമായ ചരിത്രത്തെ പരിഗണിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയും യൂറോപ്പും പോലത്തെ രാജ്യങ്ങൾ അവരുടെ ജനാധിപത്യം രൂപീകരിക്കപ്പെട്ടത് തദ്ദേശീയ ജനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഗുണപരമായ പരിണതിയുടെ ഫലമായിട്ട് മാത്രമായിരുന്നു. എന്നാൽ അമേരിക്കൻ ജനാധിപത്യത്തിന് ഇത്രയേറെ മഹിമയും വാഴ്ത്തപ്പെടാനുള്ള കാരണം, അമേരിക്കൻ ജനാധിപത്യത്തിന് അവരുടെ വ്യവസായം, സമ്പദ് വ്യവസ്ഥ നിലനിൽക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കുടിയേറ്റക്കാരുടെ ആവശ്യം അനിവാര്യമായി തീരുകയും ഇറ്റലി, സ്പെയിൻ, ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് പല വംശപല നിറമുള്ള കമ്മ്യൂണിറ്റികളെ അമേരിക്കൻ ജനാധിപത്യത്തിലേക്ക് കുടിയേറാൻ തുടങ്ങി. അപ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം എന്ന ഒറ്റ കാരണത്തിലായിരുന്നു അമേരിക്കൻ ജനാധിപത്യത്തിന്റെ മഹനീയം വാഴ്ത്തപ്പെടാറുള്ളത്. അത്രയേറെ സുന്ദരമായ അമേരിക്കൻ ജനാധിപത്യത്തെ പോലും വലിയൊരു തിരിച്ചടി ഏൽക്കുകയാണ്. കാരണം എന്താണ്? ഈ ഡീപ് സ്റ്റേറ്റിന്റെ അനസൂത്രമുള്ള വളർച്ച തന്നെയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഐസനോവർ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിൽ ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾ ഭരണകൂടത്തിന്റെ ഉള്ളിലുള്ള ഭരണകക്ഷികളുടെയും വ്യവസായ കക്ഷികളുടെയും പൊതു താല്പര്യങ്ങളെ തടയണം. അത് ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കാൻ കാരണമാകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ജനാധിപത്യത്തിന്റെ ഉള്ള ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് പറയാം. കേരളത്തിലേക്ക് വളരെ വൈകിയായിരുന്നു ജനാധിപത്യത്തിനുള്ളിലേക്കുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത്. ഈയിടെയായി ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് PV അൻവർ MLA യുടെ ഒരു ആരോപണം. അദ്ദേഹം പറയുകയുണ്ടായി, ADGP അജിത് കുമാറിനും SP സുജിത്ദാസിനുമെതിരെ നിങ്ങൾ ഒരു അന്വേഷണം ചുമതലപ്പെടുത്തണം. ഇപ്പോൾ പിണറായി വിജയൻ അവർക്ക് രണ്ടുപേർക്കുമെതിരെ ഒരു അന്വേഷണം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പങ്കുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി അജിത് കുമാറിനെ സ്വർണ്ണം കടത്താൻ വേണ്ടി സഹായിച്ചത് അജിത്ദാസാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥ പദവി ഉപയോഗിച്ച് അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ സ്വർണ്ണക്കടത്ത് വഴി അവർ ലാഭം കൊയ്യുകയാണ്. PV അൻവർ പറയുകയുണ്ടായി, അജിത് കുമാറിന്റെ കൊട്ടാരം പോലത്തെ വീട് പോലും അദ്ദേഹത്തിന്റെ ഈ സ്വർണ്ണക്കടത്ത് വഴി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പദവികൾ അവർ ഉപയോഗിക്കുകയാണ്. അത് മാത്രമല്ല, തൃശ്ശൂരിൽ സ്ഥാനം പിടിച്ചെടുക്കപ്പെട്ടത് പോലും ഈ ഡീപ് സ്റ്റേറ്റ് വഴിയായിരുന്നു. അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശ്ശൂർ പൂരം കലക്കുക വഴി BJP സർക്കാർ അത് ആയുധമാക്കി എടുക്കുകയും പ്രചാരത്തിൽ മുഴുവൻ അവർ പരത്തുകയും ചെയ്തപ്പോൾ അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, നാം ഇന്ന് കാണുന്ന 6 വരി ഹൈവേ പാതം, അവിടെ പോലും ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം സജീവമാണ്. എന്തെന്ന് വെച്ചാൽ 6 വരി പാത ഹൈവേ, അത് മാത്രമല്ല ഉയരത്തിലുള്ള പാലങ്ങൾ പോലും നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കടയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൺലൈൻ വ്യവസായികൾ, ഓൺലൈൻ ബിസിനസ്സുകാർ ഈ സർക്കാരിന് അങ്ങോട്ട് പണം നൽകുകയാണ്. കാരണം എന്താണ്? പാലങ്ങൾ ഉയരത്തിലേക്ക് പണിയണം. ഹൈവേ പണിയുമ്പോൾ ഒരു കടയിലേക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പണിയണം. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ കടകളിലേക്ക് കയറാൻ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. ഉയരങ്ങളിൽ നിന്ന് അവർ സഞ്ചരിക്കുമ്പോൾ ആ കടയിലേക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാകുന്നു. ആ വഴി അവർ വീട്ടിൽ നിന്ന് തന്നെ അവർ ഓൺലൈൻ വഴി അവർ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം കേരളത്തിൽ സജീവമാകും തുടങ്ങുന്നത്. വിഴിഞ്ഞം ഹാർബറും കള്ളനോട്ട് കേസുകളെല്ലാം അതിലെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം സജീവമാണ്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും എഴുതേണ്ടതും നാമാകുന്ന യുവതലമുറയാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. വാഖിറു ദഅവതിന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.